റബീഉൽ അവ്വൽ കുറഞ്ഞ ദിവസമല്ലോ. സ്വാഗതം ചെയ്യല്ലേ? റെഡിയല്ലേ? റെഡിയല്ലേ എല്ലാവരും? മനസ്സറിഞ്ഞ് മദീനയിലേക്ക് നമുക്ക് പോകണം. അടവൂരിലൂടെ നമുക്ക് മദീനയിലേക്ക് പോകണം. മദീനെ കാ സഫർ ഹേ और मैं नमकीदा नमकीदा जब भी अफसुरदा अफसुरदा कदम लरज़ीदा लरज़ीदा चल या रसूल अल्लाह या हबीब अल्लाह या रसूल നല്ല മാസാട്ടോ റബീഉൽ അവ്വലിനെ വരവേൽക്കാം. റബീഉൽ അവ്വൽ കുറഞ്ഞ ദിവസമല്ലോ. സ്വാഗതം ചെയ്യല്ലേ? റെഡിയല്ലേ? റെഡിയല്ലേ എല്ലാവരും? പുകാരോ യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് ത്വലഅൽ ബദ്റു അലൈനാ മിൻ ثنياتil wada'i wajaba shukruhu alayna ma da'a lillahi da'iya rasulallah ya habiballah. അവിടെ കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ടല്ലോ. എല്ലാവരും ഈ സദസ്സിലേക്ക് കയറിയിരിക്കുക. നമ്മൾ പരിപാടി അവസാനിക്കുക. ദ്വാരക്കം പോണം എല്ലാവരും. ഉപ്പാപ്പാന്റെ പൊരുത്തം അല്ലാഹു നൽകട്ടെ. ഉപ്പാപ്പ താമസിച്ച വീട്, അവിടുത്തെ റൂം, അവിടുത്തെ ആധാറുകളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളെ വിഷമങ്ങളൊക്കെ മാറണം. ഈ മജ്ലിസ് ഇവിടെ അവസാനിച്ച് പോകുമ്പോ നമ്മുടെ മുറാദുകളൊക്കെ ഹാസിലാകണം. ഖുതുബുൽ ആലം ശൈഖുനാ സിയം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ ഖൽബിലെ എല്ലാ ഹലാലായ മുറാദുകളൊക്കെയും വേണ്ട സമയത്ത് വേണ്ടതുപോലെ വേണ്ടതുപോലും നീ നൽകണേ അല്ലാഹ്. ആമീൻ. എല്ലാവരും യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് പുകാരോ യാ റസൂലല്ലാഹ്. നല്ല നിയ്യത്തോടെ ചൊല്ലുക. पुकारो या रसूलल्लाह या हबीबल्लाह तुम भी करके उनका चर्चा अपने दिल झमकाओ. उंज में ऊंचा नबी का झंडा अजमत वाला नबी का झंडा बरकत वाला नबी का झंडा सबसे प्यारा नबी का झंडा प्यारा प्यारा नबी का झंडा निअमत वाला नबी का झंडा घर घर में लग रहा. पुकारो या रसूल പാടുകയാണ്. മദീനയുടെ രാജകുമാരൻ ഞങ്ങളെ മജ്ലിസ് കണ്ട് സന്തോഷിക്കണേ അല്ലാഹ്. യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് അൻത ശംസുൻ അൻത ബദറുൻ أنت نور فوق نوري أنت إكسير وغالي أنت مصباح صدوري يا رسول الله يا حبيب الله يا رسول الله يا حبيب الله पुकारो या रसूल
القبلتين يا رسول الله يا حبيب الله يا رسول الله يا حبيب الله يا رسول الله يا حبيب الله قبولاكته الله قبولاكته يا رسول الله يا حبيب الله يا رسول الله حبيب الله يا رسول الله يا حبيب الله يا حبيبي يا محمد يا عروس الخافقين يا مؤيد يا ممجد يا إمام القبلتين يا رسول الله يا حبيب الله يا رسول الله يا حبيب الله الله قبولاكته الله قبولاكته സൗണ്ട് മോനെ ഒന്നും കൂടെ ഒന്ന് ഉഷാറാക്കി അല്ലാഹു ഖബൂലാക്കട്ടെ നമുക്കൊക്കെ മരിച്ചു പോകണ്ടേ അല്ലാഹു നല്ല ഈമാനുള്ള മരണം അല്ലാഹു നമുക്ക് നൽകട്ടെ ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ നിന്ന് അങ്ങ് ഉഹദ് ഭാഗത്തേക്ക് പോകുന്ന വഴിയിൽ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവിടെ ഇരിക്കുകയാണ് എന്നിട്ട് എന്താ പണി ബഖാ അവിടുന്ന് കരയുകയാ വല്ലാതെ പൊട്ടി പൊട്ടി കരയുകയാ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് വന്നു സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു സിദ്ദീഖ് തങ്ങളെ എന്തിനാ നിങ്ങൾ കരയുന്നത് എന്തിനാ നിങ്ങൾ കരയുന്നത് എന്ത് പറ്റി നിങ്ങൾക്ക് തങ്ങളെ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ് ഉമറേ അതേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട പറഞ്ഞു പൊന്നാര തങ്ങൾ വിട പറഞ്ഞു പോയില്ലേ അടുത്തത് പിന്നിൽ പോകേണ്ടവൻ ഞാനാണ് ഉമറേ എന്റെ കയ്യിൽ ഒരു അമലുമില്ല ആരാ പറയണത് സിദ്ദീഖുൽ അക്ബർ തങ്ങള് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂട്ടുകാരനാണല്ലോ മുത്തുനബി ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടുത്തെ സ്വദീഖാണല്ലോ നബി തങ്ങളെ കാണും 2 വയസ്സ് പ്രായം കുറഞ്ഞ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വല്ലാതെ തേങ്ങിക്കരയുന്നത് കണ്ടപ്പോ ഉമർ തങ്ങൾ പറയുന്നു സിദ്ദീഖേ എന്തിനാണ് നിങ്ങൾ കരയുന്നത് ഉമറേ എന്റെ കയ്യിൽ ഒരു അമലുമില്ല മുത്തുനാര തങ്ങൾ വഫാത്തായില്ലേ പിന്നിൽ പോകേണ്ടവൻ ഞാനാണല്ലോ എന്റെ കയ്യിൽ ഒരു അമലുമില്ല എന്നോർത്ത് ഞാൻ കരഞ്ഞു പോയതാ ആ സമയത്ത് പ്രിയപ്പെട്ട അയിനൂറ് കുടുംബങ്ങള് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നു സിദ്ദീഖേ നിങ്ങളെ കഴിഞ്ഞുപോയ ഒരു രാത്രിയുണ്ടല്ലോ നിങ്ങളെ കഴിഞ്ഞുപോയ ഒരു രാത്രിയിലെ ഒരല്പസമയം പാവപ്പെട്ട ഉമറിന് നൽകിയാൽ എന്റെ എല്ലാ അമലുകളും നിങ്ങൾക്ക് നൽകാം സിദ്ദീഖേ സിദ്ദീഖ് തങ്ങൾ കരഞ്ഞതെന്തിനാ പൊന്നാര തങ്ങൾ വഫാത്തായി പിന്നിൽ പോകേണ്ടവൻ ഞാനാ എന്റെ കയ്യിൽ ഒരു അമലുമില്ല ഇത് പറഞ്ഞ സിദ്ദീഖ് തങ്ങൾ കരയുന്നത് അപ്പൊ ഉമർ തങ്ങൾ പറയുകയാണ് നിങ്ങളെ കഴിഞ്ഞുപോയ ഒരുപാട് രാത്രികൾ കഴിഞ്ഞുപോയല്ലോ അത് ഒരു രാത്രിയിലെ ഒരല്പസമയം പാവപ്പെട്ട ഉമറിന് നൽകിയാൽ
എന്റെ എല്ലാ അമലുകളും നിങ്ങൾക്ക് നൽകാം സിദ്ദീഖ് തങ്ങളെ. ഉമറേ ഉമറേ എന്റെ ആ രാത്രി ഏതാണ് ആ രാത്രി ഉമറേ പറഞ്ഞു തന്നാലും ഉമറേ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, സിദ്ദീഖ് തങ്ങളെ പുന്നാര തങ്ങളെ വധിക്കാൻ വേണ്ടി ശത്രുക്കൾ ഓടി നടന്ന ഒരു ദിവസമില്ലേ, പുന്നാര തങ്ങളെ തലയെടുക്കുന്നവർക്ക് 100 ഒട്ടകം സമ്മാനമാണെന്ന് പറഞ്ഞപ്പോ, അതേ നിങ്ങൾ പുന്നാര തങ്ങളോടൊപ്പം നാട് വിട്ടില്ലേ, ആ സമയത്ത് ശത്രുക്കളതാ നിങ്ങളെ തേടി 4 പാടും കുതിരപ്പുറത്ത് വാളുമായി നബി തങ്ങളെ തലയെടുക്കണമെന്ന് പറഞ്ഞിട്ടോ സുബ്ഹാനല്ലാഹ്, അവരോട് നടക്കുന്ന സമയത്ത് നിങ്ങൾ പുന്നാര നബിയുടെ കൂടെ നിങ്ങൾ ഉണ്ടായപ്പോ, നിങ്ങളതാ പുന്നാര തങ്ങൾ നടക്കുമ്പോ പുന്നാര തങ്ങളെ ഫ്രണ്ടിൽ നടക്കുകയാ, പുന്നാര തങ്ങളെ മുന്നിൽ ഇങ്ങനെ ഓടുകയാണ്. കുറച്ച് കഴിയുമ്പോ കാണാൻ ബാക്കിലൂടെ നടക്കുന്നു, പിന്നെ കാണാൻ വലത് ഭാഗത്തുകൂടെ, പിന്നെ കാണാൻ ഇടത്ത് ഭാഗത്തുകൂടെ, അങ്ങനെ പുന്നാര തങ്ങൾ ഇങ്ങനെ വലയം ചെയ്യുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, സിദ്ദീഖേ എന്ത് പറ്റി സിദ്ദീഖേ, മുഖം വല്ലാതിരിക്കുന്നല്ലോ, എന്താ നിങ്ങളെ പ്രശ്നോ? സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബിയേ എനിക്ക് സമാധാനമില്ല നബിയേ, എനിക്ക് സമാധാനമില്ല നബിയേ, പ്രയാസമാണ് നബിയേ, ടെൻഷനാണ് നബിയേ. ഞാൻ മുന്നിലൂടെ നടക്കുമ്പോ എന്റെ മനസ്സിൽ ആരെങ്കിലും പിന്നിലൂടെ വന്ന് എന്റെ നബിയെ വധിക്കുമോ എന്ന ടെൻഷൻ കൊണ്ട് ഞാൻ പിന്നിൽ നടക്കും. പിന്നെ തോന്നും മുന്നിലൂടെ ആരെങ്കിലും വരുമോ, അപ്പൊ ഞാൻ മുന്നിൽ നടക്കും. പിന്നെ തോന്നും ഇടത് ഭാഗത്തൂടെ വരുമോ, പിന്നെ തോന്നും അതേ വലത് ഭാഗത്തുകൂടെ വരുമോ. അങ്ങനെ നബിയേ എനിക്ക് സമാധാനമില്ല, ടെൻഷനാണ് നബിയേ. ഈ അബൂബക്കറിന് എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല, പക്ഷേ കാരുണ്യത്തിന്റെ നേതാവ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ നബിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, എന്റെ പുന്നാര തങ്ങൾക്ക് വല്ലതും സംഭവിച്ചാൽ അബൂബക്കറിന് സഹിക്കൂല നബിയേ. അതുകൊണ്ട് ബേജാറാട്. ചുരുക്കി പറയട്ടെ, പുന്നാര തങ്ങളെ മാസമല്ലേ കടന്നു വരുന്നത്. പ്രിയപ്പെട്ട ഉമ്മമാരെ, മദീനയിൽ പോകാനും ആ പുന്നാര തങ്ങളെ പൂമുഖം കാണാനും അല്ലാഹ് തൗഫീഖ് നൽകണേ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അവരതാ ഒരു ഗുഹയിലേക്ക് പോയില്ലേ, സൗറന്ന ഗുഹയിലല്ലേ, അങ്ങോട്ട് പോയി. ആ ഗുഹയിലേക്ക് പോകുന്ന സമയത്ത് പുന്നാര തങ്ങളെ കാലിൽ ഒരു മുള്ള് തറക്കുകയാണ്. കാരുണ്യത്തിന്റെ നേതാവിന് വല്ലാത്ത വേദന വന്നു. അവിടുന്ന് സഹിക്കവയ്യാത്ത വേദന, നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നബി തങ്ങൾ അവിടെ ഇരിക്കുമ്പോ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, പുന്നാര നബിയേ നബിയേ, ഈ അബൂബക്കർ ഉള്ളപ്പോ അങ്ങ് നടക്കണോ? ഈ അബൂബക്കർ ഉള്ളപ്പോ അങ്ങ് നടക്കണോ നബിയേ എന്ന് പറഞ്ഞിട്ട് സിദ്ദീഖ് തങ്ങളതാ പുന്നാര തങ്ങളെ എടുത്തിട്ട് അവിടുത്തെ തോളിലേക്ക് നടക്കുകയാണ്. ഒരു ഉസ്താദിന്റെ പാട്ട് ഞാൻ ഓർത്തു പോവുകയാണ്. ഒട്ടേറെ ദൂരം നടക്കാനൊക്കും, ഒട്ടകത്തെ കുറിച്ച് പറയണു. ഒട്ടേറെ ദൂരം നടക്കാനൊക്കും ഒട്ടകമായി പിറന്നെങ്കിൽ ഞാൻ താമരത്തോൽ
നടന്നീനെ ഞാൻ ഒട്ടേറെ അല്ലേ, എത്ര സുന്ദരമാണ് ആ പാട്ട്. ഒട്ടേറെ ദൂരം നടക്കാനൊക്കും ഒട്ടകമായി പിറന്നെങ്കിൽ ഞാൻ താമര തോൽക്കും ത്വാഹ റസൂലിനെ തോളിലേറ്റി നടന്നീനെ ഞാൻ. സുബ്ഹാനല്ലാഹ്. അബൂബക്കർ തങ്ങള് സിദ്ദീഖ് തങ്ങളെ തോളിലേറ്റി നടക്കുകയാണ്. അങ്ങനെ ഗുഹയിലെത്തി എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. ബറക്കത്തിന് വേണ്ടി പറയുകയാണ്. ഉമർ തങ്ങൾ പറഞ്ഞല്ലോ, ഒരു രാത്രി, ആ രാത്രിയിലെ അല്പസമയം ഉമറിന് നൽകിയാൽ ഉമറിന്റെ എല്ലാ അമലുകളും നിങ്ങൾക്ക് നൽകാം സിദ്ദീഖേ. ആ രാത്രിയെ കുറിച്ചാണ് പറയുന്നത്. ആ ഗുഹയിൽ പോയി പൊന്നാര തങ്ങൾക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്. ആ രംഗം നിങ്ങൾ ആലോചിച്ച് നോക്ക്. പൊന്നാര തങ്ങളെ കാണുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തങ്ങൾക്ക് ക്ഷീണം വന്നു. സുബ്ഹാനല്ലാഹ്. ഗുഹയിൽ ഒരുപാട് മാളങ്ങളുണ്ട്. സിദ്ദീഖ് തങ്ങൾ അവിടുത്തെ തുണിയങ്ങ് കീറിയിട്ട് എല്ലാ മാളങ്ങളും അടച്ചു വെച്ചു. കാരണം വല്ല ഇടജന്തുക്കളും വന്നു എന്റെ നേതാവായ പൊന്നാര തങ്ങളെ അവിടുന്ന് ഉപദ്രവിക്കുമോ എന്നുള്ള പേടി കൊണ്ട് എല്ലാ ദ്വാരങ്ങളും അടച്ചു വെച്ചു. തങ്ങൾക്ക് ക്ഷീണം. സുബ്ഹാനല്ലാഹ്. സിദ്ദീഖ് തങ്ങൾ പറയുന്ന, നബിയേ, എന്റെ മടിയിൽ അവിടുന്ന് തല വെച്ച് കിടക്കണേ നബിയേ. പൊന്നാര തങ്ങൾ മടിയിൽ കിടന്നു. ക്ഷീണം കാരണം പൊന്നാര തങ്ങൾ ഉറങ്ങിപ്പോയി. അപ്പോഴാണ് ഒരു വലിയ പാമ്പ് വന്ന് സിദ്ദീഖ് തങ്ങളെ കാലിൽ കൊത്തിപ്പോയി. സുബ്ഹാനല്ലാഹ്. ഉഗ്രൻ വിഷമുള്ള പാമ്പാണ്. പാമ്പ് വന്ന് കാലിൽ കുത്തിയപ്പോ സിദ്ദീഖ് തങ്ങൾ വേദന കൊണ്ട് അവിടുന്ന് കരയുകയാണ്. സഹിക്കാൻ പറ്റാത്ത വല്ലാത്ത വേദനയാണ്. വിഷമങ്ങളെ കേറുകയാണ്. അവിടുന്ന് കണ്ണിൽ നിന്ന് കണ്ണുനീർ വരാതെ പിടിച്ചു നിൽക്കുകയാണ്. മടിയിൽ കിടക്കുന്നതാരാണ്? അഷ്റഫുൽ ഖൽഖായ ത്വാഹ മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് ചൊല്ല്. അഷ്റഫുൽ ഖൽഖ് മുത്തലി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് കിടക്കുന്നത്. എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തങ്ങളെ മുഖത്തേക്ക് എത്തിയാൽ എന്റെ തങ്ങളെ ഉറക്കം അതാ നഷ്ടപ്പെട്ടു പോകുമല്ലോ. അതുകൊണ്ട് കരയാതെ സഹിച്ച് മുറുകെ പിടിച്ച് കണ്ണുനീര് വരാതെ സിദ്ദീഖ് തങ്ങൾ ഇരിക്കുകയാണ്. അവിടുത്തെ സ്നേഹം നിങ്ങൾ മനസ്സിലാക്കണം. സഹിക്കവയ്യാതെ വല്ലാതെ വേദന വന്നപ്പോ അവിടുത്തെ കണ്ണിൽ നിന്ന് അതാ കണ്ണുനീര് പുല്ലാര തങ്ങളെ മുഖത്തേക്ക് അങ്ങ് ഉറ്റി വീഴുകയാണ്. തങ്ങൾ അവിടുന്ന് എഴുന്നേറ്റു. സിദ്ദീഖ് തങ്ങളെ, എന്താ സിദ്ദീഖ് തങ്ങളെ, എന്താ നിങ്ങൾക്ക് പറ്റിയത്? എന്തിനാണ് നിങ്ങൾ കരയുന്നത്? സിദ്ദീഖ് തങ്ങളെ, എന്താണ് നിങ്ങളെ പ്രശ്നം? സിദ്ദീഖ് തങ്ങൾ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, നബിയേ, എന്റെ കാലിൽ എന്തോ കുത്തിയിട്ടുണ്ട് നബിയേ. വേദന സഹിക്കുന്നില്ല. വല്ലാത്ത വേദനയാണ്, കഠിനമായ വേദനയാണ് നബിയേ. ഞാൻ കരഞ്ഞില്ല നബിയേ. ഞാനെങ്ങാനും കരഞ്ഞാൽ എന്റെ കണ്ണുനീർ അവിടുത്തെ മുഖത്തേക്ക് വീണാൽ അവിടുത്തെ ഉറക്കം നഷ്ടപ്പെടുമല്ലോ നബിയേ. അതുകൊണ്ട് ഞാൻ കരയാതെ മുറുകെ പിടിച്ച് നിന്നതാണ്. എന്റെ നിയന്ത്രണം വിട്ടുപോയി നബിയേ. ഈ അബൂബക്കറിനോട് പൊറുക്കണേ നബിയേ. കണ്ടോ,
പുന്നാര തങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുമെന്ന് കരുതി പാമ്പ് കടിച്ചിട്ട് തങ്ങൾ മുറുകെ പിടിച്ചു നിൽക്കുകയാ, കരയാതെ. അവസാനം വേദന സഹിക്കവയ്യാതെ അസഹ്യമായ വേദന കാരണം കണ്ണിൽ നിന്ന് കണ്ണുനീർ മുഖത്തേക്ക് വീണു. പുന്നാര തങ്ങൾ എഴുന്നേറ്റു. സംഭവം തിരക്കിയപ്പോ കാര്യം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. പുന്നാര തങ്ങള് അവിടുത്തെ ഉമിനീരെടുത്തുകൊണ്ട് ആ കാലിൽ പുരട്ടി കൊടുത്തപ്പോ വിഷമങ്ങ് മാറിപ്പോയില്ലേ, വിഷമിറങ്ങിപ്പോയില്ലേ? ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു സംഭവമാണ്. ആര് ചോദിച്ചത്? എന്തെങ്കിലും ഉണ്ടാത്ത ആര്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ. ശ്രദ്ധിക്കുന്നുണ്ടപ്പോ? അൽഹംദുലില്ലാ. അപ്പൊ ഉമർ തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ, ആ രാത്രിയുണ്ടല്ലോ, അതിലെ ഒരല്പസമയം പാവപ്പെട്ട ഉമറിന് നൽകിയാൽ എന്റെ എല്ലാ അമലുകളും നിങ്ങൾക്ക് നൽകാം. സിദ്ദീഖേ, അവരൊക്കെ എവിടെ എത്തിയപ്പോ അവരെ സ്ഥാനം എത്രയാ? നമ്മളൊക്കെ അവസ്ഥ എന്താ? അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. റബ്ബേ, ഐനുന്നൂറ് കുടുംബങ്ങള് ഒരാളെയും മദീന കാണാതെ നീ റൂഹിനെ പിടിക്കല്ലേ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മണ്ണിമുത്ത് മദീന ഈലാണ് മന്ദാര ചെപ്പിൻ ദഴകാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വന്യരാം അബ്ദുല്ലാഹുത്ര മഹദിയാം ആമീന മോനെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളിൽ വന്ന റസൂലേ, പുണ്യപ്പൂ മാനാം ഹബീബേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മത്തുൽ ആലമീൻ ത്വാഹ സുരിയണം വന്ന നിറാഹ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അർശോ की मिअराज वाले अकबर मिअराज वाले. सल्लल्लाहु अला मुहम्मद सल्लल्लाहु अलैहि वसल्लम. ചെമ്പക പൂവേ മലരാണോ, ചെന്തളിയിൽ പൂത്ത മണമാണോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെമ്പക പൂവിലുദിത്തതോ അരളിപ്പൂ ശോഭ വീരിഞ്ഞതോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശത്രുക്കൾ ദ്രോഹി ചാനീ
മഹ്ശറിൽ കഠിന സമയത്തും ഉമ്മത്തി എന്നോ റത്തോരെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേക്കാൾ ഞങ്ങൾ അർപ്പണം മുത്തുനബി കൈകൾ മുത്തേനാം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബനാ ഹംനാ ജമീഅ ബിജമീഇ സ്വാലിഹാതി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നാരം പൂവിട്ട എൻ മോഹലോകത്ത് മുത്താരമായെന്റെ മുത്തു റസൂലേ പുഞ്ചിരി പാടങ്ങൾ വിടരുന്ന നേരത്ത് ഇഷ്കും കൊണ്ടെന്നെ വാരി പുണർന്നേ അഭിലാഷം റൗള കാണുന്നതെന്ന അഘതാരിലാശ വിടരുന്നതെന്ന ആത്മാഘതം ചെയ്യും ഓരോരോ രാവിൽ ആഗമനം കാക്കും ഓരോരോ നിലവിൽ ആധീര മിന്നുന്ന പിൻപൂമുഖത്തിനെ കാണുന്നതെന്നാണ് റബ്ബേ കാണുന്നതെന്നാണ് കരളിൻ്റെ മോഹം വിരിയുന്നതെന്ന കൈവാശ പൂക്കും സവിശേഷങ്ങളേതാ ആറ്റേറെ സോലിൻ്റെ റൗളാ ശരീഫെന്ന് കാണുന്നതെന്നാണ് റബ്ബേ കാണുന്നതെന്നാണ് പാപം പെരുത്തോറും പാപിയാം ഞാനിന്ന് പരനോട് യാചിക്കുന്നു പരിശുദ്ധ പെരിയോനോടായെന്നും കരുണയ്ക്കായി അതിയായി ആശിക്കുന്നു എന്നാണ് കൽബകം സന്താനമായി സൽക്കർമ്മ പുഷ്പങ്ങൾ പൂവിടുക മദീനത്ത് വരുവാൻ മോഹമുണ്ട് മധുരമം പൂമുഖം ആശയുണ്ട് പുന്നാര നബിയെ ഞാൻ കാണുന്നതെന്ന പുന്നാര റൗളയിൽ പോകുന്നതെന്ന പൂമാനം വീശുന്ന റൗളാ സുവനത്തിൽ കൂടുന്നതെന്നാണ് ഹൃദയം ചേരുന്നതെന്നാണ് കനിമായോനേ റഹീമായോനേ എൻ്റെ കൊതി വീട്ടിത്ത റഹീമായോനേ മരണം വന്നണയും മുമ്പ് എന്നെ മദീനത്തേക്കായി അടുപ്പിക്കണേ മദീന
അന്തിയുറങ്ങും ത്വാഹ റസൂലേ സലാം. അവിടം ചെന്ന്